നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മനോജ് സുതാർ അദ്ദേഹം വന്നത് തന്നെ വിക്കറ്റും കൊണ്ടായിരുന്നു. ഒരു ഓൾഡ് ഫാഷൻഡ് ഫിംഗർ സ്പിന്നർ ഇന്ത്യക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം ഭാവിയിലേക്ക് എന്ന് തോന്നിച്ച ദിവസമാണിത്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് മത്സരത്തിൻ്റെ ആദ്യ മത്സരം, അതായത് 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണ്. അതിൽ ആദ്യ മത്സരത്തിൻ്റെ 3ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ആദ്യ സെഷനിൽ ഇന്ത്യ 5 വിക്കറ്റുകൾ പിഴുതെടുക്കുന്നു. ഒരു ഘട്ടത്തിൽ നമുക്ക് ശ്രീലങ്കയെ ഫോളോ ഓൺ ചെയ്യിക്കാൻ പറ്റുമെന്ന് കരുതി. പക്ഷേ ബോൾ സോഫ്റ്റൻ ആവുന്നു. അതോടുകൂടി ബോളിൻ്റെ ആ ഒരു ത്രെട്ട് കുറയുന്നു. മനോഹരമായിട്ട് ഡിക്വെല്ലയും അതുപോലെ തന്നെ ദിനുഷയും നിന്നു കളിച്ചു. ആ ഒരു പ്രതീക്ഷ അങ്ങ് ഇല്ലാതെയാക്കി തന്നു. എന്നാൽ പിന്നെ അവസാന സെഷനിൽ വീണ്ടും നമ്മുടെ ബൗളർമാർ വിക്കറ്റുകൾ പിഴുതെടുത്തു. 4 വിക്കറ്റ് മനോജ് സുതാർ, 3 വിക്കറ്റ് രവീന്ദ്ര ജഡേജ. നമ്മളെടുത്ത് പറയണം ഈ പ്രകടനമൊക്കെ. ബാക്കി ബൗളർമാരൊക്കെ ഓരോ വിക്കറ്റുകളും വീഴ്ത്തി. പക്ഷേ ഇനി ഈ ടെസ്റ്റിൻ്റെ ഭാവി എന്താണ്? അതാണ് ചോദ്യം. 178 റൺസ് ലീഡാണ് ഇപ്പോൾ ഇന്ത്യക്ക് 1ാം ഇന്നിങ്സിലുള്ളത്. ഇനി മഴ പെയ്തില്ല എങ്കിൽ, ഇപ്പോൾ ഇന്ന് തന്നെ മഴ പെയ്ത് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യേണ്ട 10-13 ഓവർ പോയി. ഇനി മഴ പെയ്തില്ല എങ്കിൽ ടോട്ടൽ 196 ഓവറുകളാണ് ഈ ടെസ്റ്റിൽ ഇനി അറിയാൻ കഴിയുക. അതുകൊണ്ട് 2 ടീമിൻ്റെയും ഇന്നിങ്സുകൾ കഴിഞ്ഞ ഒരു റിസൾട്ട് ഉണ്ടാകുമോ? നിലവിലെ അവസ്ഥയിൽ നമുക്ക് ലോജിക്കലായിട്ട് പറയാൻ കഴിയുക ഡ്രോ ആവുമെന്നാണ്. പക്ഷേ ഇന്ത്യക്ക് ഇപ്പോഴും അപ്പർ ഹാൻഡ് ഉണ്ട്. നാളെ 1-2 സെഷനിൽ ബാറ്റ് ചെയ്തുകൊണ്ട് ഒരു 10-200 റൺസ് അടിക്കാൻ കഴിയുമോ? അങ്ങനെ അടിക്കാൻ കഴിഞ്ഞാൽ ഒരു 378-380 ടാർഗറ്റ് ശ്രീലങ്കയ്ക്ക് മുന്നിലേക്ക് വെക്കാൻ പറ്റും. അങ്ങനെ വെക്കാൻ പറ്റിയാൽ പിന്നെ ഒരു 4 സെഷൻ കൊണ്ട് അവരെ ഓൾ ഔട്ടാക്കാൻ കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കാം. ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് ഇനിയും മഴ വന്നാൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കൈവിട്ടു പോകും. ബട്ട് സ്റ്റിൽ ആർക്കെങ്കിലും ജയിക്കാൻ ഈ ടെസ്റ്റിൽ സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മുടെ ടീമിനാണ്. അല്ലാത്ത പക്ഷം സമനിലയിൽ അവസാനിക്കാനുള്ള സാധ്യതയാണ് ഏറെയും. എന്തായാലും ഇന്നത്തെ ദിവസത്തെ ഹീറോമാർ സുതാറും ജഡേജയും ദിനുഷയുമാണ് എന്ന് ഞാൻ പറയും. ഇപ്പം എന്താ അവസ്ഥ? ഇന്നലെ ഇന്ത്യയുടെ ഇന്നിങ്സ് 469 ഇന്ന് വീണ്ടും ബാറ്റ് ചെയ്യാൻ വന്നു. 2 റൺസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഏതായാലും ആ വീണ്ടും ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം ഒരു 3 ഓവറിലുള്ള ടൈം അങ്ങ് കൊണ്ടുപോയി. പിന്നാലെ ശ്രീലങ്കയുടെ ഇന്നിങ്സ് അവരെ നമ്മൾ ആദ്യ സെഷനിൽ തുടരെ വിക്കറ്റുകൾ എടുത്ത് ബുദ്ധിമുട്ടിച്ചു. എന്തായാലും അവർ ഒടുവിൽ 284 ഓൾ ഔട്ടായി. പിന്നെ ബാഡ് ലൈറ്റ് കാരണം അവസാനം ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാനുള്ള ഒരു 10-12-13 ഓവറുകൾ നഷ്ടമായി പോവുകയും ചെയ്തു. ഇപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 178 റൺസ് ഇന്ത്യക്ക് 1ാം ഇന്നിങ്സ് ലീഡുണ്ട്. നാളെ ഇന്ത്യയുടെ 2ാം ഇന്നിങ്സ് ആരംഭിക്കും. മനോജ് സുതാറാണ് നമുക്ക് വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നതെന്ന് ഞാൻ പറയും. അദ്ദേഹം തൻ്റെ ആദ്യ ഡെലിവറിയിൽ തന്നെ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്ന കാഴ്ച, അതിൽ തീർച്ചയായിട്ടും വളരെ വളരെ വലിയ പ്രതീക്ഷ ഇന്ത്യൻ ടീമിന് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. രവീന്ദ്ര ജഡേജയും നല്ലൊരു ഹെൽപ്പാണ് തന്നിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വീണ്ടും ബാറ്റ് ചെയ്യാൻ ഇറങ്ങേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. കുറച്ച് സമയം അങ്ങ് നഷ്ടപ്പെട്ടു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം 90-5 എന്ന രൂപത്തിലേക്ക് അവരെ തള്ളിയിട്ടു ഇന്ത്യ. പക്ഷെ പിന്നെ അവിടെ നിന്ന് സൊനാൽ ദിനുഷയും അതുപോലെ നിറോഷാൻ ഡിക്വെല്ലയും കളിച്ച കളി 146 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് അവരുണ്ടാക്കിയെടുത്തു. ആ 6th വിക്കറ്റിൽ അവിടെ ബോള് ഓൾഡർ ആൻഡ് സോഫ്റ്റർ ബോളായിരുന്നു. ബിക്കം ലെസ് ഡേഞ്ചറസ്. അവരത് ഉപയോഗപ്പെടുത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. ദിനുഷ അദ്ദേഹത്തിൻ്റെ മെയ്ഡൻ ടെസ്റ്റ് സെഞ്ചുറിയാണ് ഇന്ന് അടിച്ചത്. അതേസമയം ഡിക്വെല്ല എന്താ പറയുക, ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറികളുണ്ട്, ബട്ട് സെഞ്ചുറി ഇല്ല. അതാണ്, അതായത് കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ ഉണ്ടായിട്ടും സെഞ്ചുറി ഇല്ലാത്ത താരം എന്ന രൂപത്തിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ 80 റൺസ് അടിച്ച് പുറത്താവുകയായിരുന്നു. സുതാർ ബൗളിംഗ് ക്രീസിലേക്ക് വന്നത് തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ടായിരുന്നു. അത് വളരെ മനോഹരമായിട്ടുള്ള ബോളുകളായിരുന്നു. 8ാമത്തെ ഓവറിൽ അദ്ദേഹം വരുന്നു. സിറാജ് ഓൾറെഡി ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓവറിൽ നിഷാൻ മധുഷ്ക മടങ്ങിപ്പോയിരുന്നു. ഫസ്റ്റ് സ്ലിപ്പിൽ ഒരു ഈസി ക്യാച്ച് കൊടുത്തുകൊണ്ട് അദ്ദേഹം മടങ്ങിയിരുന്നു. സുതാർ അതിനുശേഷം ശ്രീലങ്കയെ ഓവർ സ്പിൻ കൊണ്ടും അതുപോലെ തന്നെ ഷാർപ്പ് ടേൺ കൊണ്ടും, അത് വിത്ത് ന്യൂ ബോളാണ് ചെയ്തുകൊണ്ടിരുന്നത്, ശരിക്കും റാറ്റിൽ ചെയ്തു എന്നുള്ളതാണ് ശരി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നായിരുന്നു. ഗുഡ് ലെങ്ത്തിൽ ലാൻഡ് ചെയ്യുന്നു, ഓൺ മിഡിൽ ആൻഡ് ഓഫ്, ദെൻ ടേണിങ് ആൻഡ് ബൗൺസിങ്. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ദിനേശ് ചണ്ഡിമലിൻ്റെ ഗ്ലൗവിൽ ഉരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ബോൾ അദ്ദേഹത്തിൻ്റെ ഐ ലൈനിൽ വന്നിട്ട് പിന്നീട് അങ്ങോട്ട് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തു പോകുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ മച്ച് ഷോർട്ടർ ആയിട്ടാണ് ആ ബോൾ വീണത്. എന്നിട്ട് ടേൺ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്ലൗവിൽ ഉറഞ്ഞു പോകുമ്പോൾ ശരിക്കും നമുക്ക് വലിയ പ്രതീക്ഷയാണ് അതിലുള്ളത്. ഒരു മികച്ച ഫിംഗർ സ്പിന്നറെ നമുക്ക് ലഭിക്കുകയാണ്. സുതാർ
ശരിക്കും ബാറ്റർമാരെ ബീറ്റ് ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഏതായാലും ഒടുവിൽ ലാഹിരു ഉദാന ഒരു കട്ട് ഷോട്ടിന് വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് ഒരു ഈസി ക്യാച്ച് ബാക്ക്വേർഡ് പോയിന്റിൽ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുന്നു. അതേസമയം കുൽദീപ് യാദവിന് ഇവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ റോൾ? അദ്ദേഹമാണ് നമ്മൾ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചൊരു താരം. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഒരു വിക്കറ്റ് ആവശ്യമായിരുന്നു. അദ്ദേഹം കാമിൻഡു മെൻഡസിനെ പറഞ്ഞു വിട്ടുകൊണ്ട് അത് നേടുകയും ചെയ്തു. അതിൽ ഗില്ലിൻ്റെ ആ ക്യാച്ച് നമ്മൾ മറക്കാൻ പാടില്ല. അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാച്ചാണ്. അദ്ദേഹം ഫുൾ ലെങ്ത്തിൽ ഡൈവ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റിലേക്ക്. എന്നിട്ട് ഷോർട്ട് കവറിലാണ് ആ ഒരു ക്യാച്ച് അദ്ദേഹം എടുക്കുന്നത്. ജസ്റ്റ് ഗ്രൗണ്ടിന് ഇഞ്ചസ് എബവ് അദ്ദേഹം ആ ഒരു ക്യാച്ച് എടുക്കുകയായിരുന്നു. വളരെ മികച്ചൊരു ക്യാച്ചാണ് ഗില്ലെടുത്തത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ജഡേജ വളരെ കൃത്യമായിട്ട് ആ ഒരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നേച്ചുറൽ വേരിയേഷൻസ് ശരിക്കും എതിരാളികളെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ധനഞ്ജയ ഡി സിൽവ ഒടുവിൽ പുറത്താകുന്നൊരവസ്ഥ. അങ്ങനെ ലഞ്ചിന് സമയത്ത് 5 വിക്കറ്റുകൾ പോയി ശ്രീലങ്ക. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ശ്രീലങ്കയെ നമുക്ക് ഓൾ ഔട്ടാക്കാൻ പറ്റും, ഒരു ഫോളോ ഓൺ ഇമ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. പക്ഷേ പോസ്റ്റ് ലഞ്ച് സെഷനിൽ ദിഗ്വല്ലയും ദിനുഷയും അവർക്ക് അവരുടെ ലെക്ക് ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്, അവരെ എഡ്ജ് ചെയ്തത് ക്യാരി ചെയ്തില്ല. അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും ബോൾ ഒന്ന് സോഫ്റ്ററായി, അതോടുകൂടി ഓൾഡറായി, അതോടുകൂടി അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും അവർ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യുകയും ചെയ്തു. ദിഗ്വല്ല റെഗുലേഷൻ സ്വീപ്പ് കളിക്കുന്നു. ദിനുഷ ആവട്ടെ കുറച്ചുകൂടി മികച്ച രൂപത്തിലുള്ള ഷോട്ടുകളിലേക്ക് പോകുന്നു. അദ്ദേഹം ഈവൻ സ്ലോഗ് സെപ്റ്റ് ജഡേജയെ ഒരു സ്ലോഗ് സെപ്റ്റ് അടിച്ചുകൊണ്ട് സിക്സർ അടിക്കുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടു. ഏതായാലും വളരെ വളരെ നല്ല രൂപത്തിൽ അവർ ശ്രീലങ്കയെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നമ്മുടെ ഫോളോ ഓൺ ചെയ്യിക്കാമെന്നുള്ള പ്രതീക്ഷ അങ്ങനെ മങ്ങി പോവുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റ് ലഞ്ച് സെഷൻ ഉണ്ടല്ലോ, അത് വിക്കറ്റ്ലെസ് ആയിട്ട് പോവുകയാണ് ചെയ്തത്. അതിൽ അവർ 4 റൺ റേറ്റിലാണ് ആ സെഷനിൽ ബാറ്റ് ചെയ്യുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ സിറാജിൻ്റെ റിവേഴ്സിംഗ് ഒക്കെയുള്ള ടെസ്റ്റിംഗ് സ്പെല്ലുണ്ടായിരുന്നു. ദെൻ പോസ്റ്റ് ടീ ഇന്ത്യ വിക്കറ്റ് എടുത്തേ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് വന്നത്. ദിഗ്വല്ലയെ പറഞ്ഞയക്കുന്നു പ്രസിദ്ധ കൃഷ്ണ. അവിടെ നിന്ന് തുടങ്ങി. അതേസമയം ദിനുഷ ജഡേജയുടെ ബോളിൽ സിക്സർ അടിച്ചുകൊണ്ട് തുടങ്ങുന്നു. പക്ഷേ പ്രസിദ്ധ് വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ മിക്സിറ്റപ്പ് ചെയ്തു. വൊബിൾസിയും ബോളുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എറിഞ്ഞുകൊണ്ട് എതിരാളികളെ ബുദ്ധിമുട്ടിച്ചു. പിന്നീട് ഇപ്പോൾ ദിഗ്വല്ല പോയതോടുകൂടി ആ ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് പിന്നീട് അങ്ങനെ അങ്ങ് പൊരുതി നിൽക്കാൻ കഴിയാതെ പോവുകയും വിക്കറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വീണ് അവസാനിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, ദിഗ്വല്ലയും അതുപോലെ ദിനുഷയും ചേർന്നുള്ള കൂട്ടുകെട്ട്, അതാണ് ശ്രീലങ്ക യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തി എടുത്തത്. 243 റൺസിലേക്ക് എത്തുമ്പോൾ കെഷര നുവാന്തയും പുറത്താകുന്നു. പിന്നെ പ്രഭാത് ജയസൂര്യ അദ്ദേഹം ക്രീസിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ദിനുഷയുടെ സെഞ്ചുറിയിലേക്ക് എത്തുന്ന കാഴ്ച കണ്ടു. അവർ ഫോളോ ഓൺ എന്നുള്ള ഭീഷണി മറികടന്ന് പോകുന്നതും കണ്ടു. പ്രഭാത് ജയസൂര്യ ഈ 43 പന്തുകൾ നേരിട്ടു. അദ്ദേഹം അവിടെ നിന്നു. ആ നിൽപ്പാണ് ശരിക്കും പറഞ്ഞാൽ ദിനുഷയ്ക്ക് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയിലേക്ക് മറ്റുമൊക്കെ പോകാനുള്ള സഹായം ചെയ്തു. 43 പന്തിൽ നിന്ന് അദ്ദേഹം 10 റൺസാണ് അടിച്ചത്. അദ്ദേഹം പോകുമ്പോൾ 274 റൺസിലേക്ക് സ്കോർ എത്തിയിരുന്നു. പിന്നെയാണ് സൊനാൽ ദിനുഷയുടെ പുറത്താകൽ. തൊട്ട് പിന്നാലെ തന്നെ ദിനുഷ പുറത്തായി. 168 പന്തുകളിൽ നിന്ന് 100 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. LBWയിൽ കുരുക്കിയായിരുന്നു ജഡേജ ചെയ്തത്. പിന്നൊന്നും ചെയ്യാനില്ലല്ലോ. ലാഹിരു കുമാര 10 റൺസുമായിട്ട് പുറത്താകുന്നു. അതോടുകൂടി ശ്രീലങ്കയുടെ ഇന്നിങ്സ് അവിടെ അവസാനിക്കുകയായിരുന്നു. ശ്രീലങ്ക 284 റൺസാണ് അടിച്ചത് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് 178 റൺസിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ വെളിച്ചക്കുറവ് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇനി ഞാൻ പറഞ്ഞല്ലോ 2 ദിവസമാണ് ബാക്കിയുള്ളത്. ഇന്ത്യൻ ബൗളിങ്ങിൽ നമ്മൾ എടുത്തു പറയേണ്ട ബൗളിംഗ് പ്രകടനം ഇവർ തന്നെ. ആര്? സുധാറും ജഡേജയും. സുധാർ 21.4 ഓവറിൽ 76 റൺസ് 4 വിക്കറ്റ് എടുത്തപ്പോൾ ജഡേജ 21 ഓവറിൽ 57 റൺസിന് 3 വിക്കറ്റ് എടുത്തു. കുൽദീപും പ്രസിദ്ധ കൃഷ്ണയും മുഹമ്മദ് സിറാജും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നാളത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 സെഷനുകളിൽ ഒരു 200 റൺസ് ഇന്ത്യക്ക് അടിക്കാൻ കഴിഞ്ഞാൽ 378 റൺസ് 380 റൺസ് എതിരാളികൾക്ക് ഒരു ടാർഗറ്റാക്കി കൊടുക്കാൻ പറ്റും. അത് പിന്നീടുള്ള 4 സെഷനുകൾ കൊണ്ട് അവരെ ഓൾ ഔട്ടാക്കാൻ കഴിയണം. സാധിക്കുമോ? അതിന് കാത്തിരുന്ന് കാണാം. മഴ വന്നാൽ ഈ പ്രതീക്ഷകളൊക്കെ തകിടം മറിയും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താം.